ക്രിസ്തേശുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഗുജറാത്ത് സെൻറ്റർ സേവ്യാ സംഘത്തിൻ്റെ 37-ാം നൊയമ്പ് ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. അതിന് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യമാണല്ലോ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സകലത്തെ ഉള്ളംകൈയിൽ വഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയൻ തിരുവചനം സംസാരിക്കുമ്പോൾ എൻ്റെ നാവിനെയും വാക്കിനെയും ബലപ്പെടുത്തണമേ. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങൾക്ക് അത് പ്രയോജനകരമാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ക്രൂശിൻ്റെ വഴിയെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നാം ആഴത്തിൽ ധ്യാനിക്കുന്ന പുണ്യദിനങ്ങളാണ് നോമ്പുകാലം. നോമ്പ് എന്നത് കേവലം ഭക്ഷണ നിയന്ത്രണമോ ആചാരമോ മാത്രമല്ല, മറിച്ച് പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു തീർത്ഥാടനമാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമുക്ക് പ്രകാശത്തിലേക്കുള്ള വഴി തുറന്നു തന്നത് കാൽവരിയിലെ ആ വലിയ യാഗമാണ്. ആ യാഗത്തിൻ്റെ അർത്ഥവും ആഴവും പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മുൻപിൽ തുറന്നു കാട്ടുന്നു. ആ വചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കാം. ഈ വചനത്തിലൂടെ 3 പ്രധാന സത്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. 1. പകരം വയ്ക്കാനില്ലാത്ത പകരക്കാരൻ. വചനം പറയുന്നു, നീതിമാനായിട്ട് നീതി കെട്ടവർക്ക് വേണ്ടി അവൻ കഷ്ടം അനുഭവിച്ചു. ഇവിടെ ഒരു വലിയ കൈമാറ്റം നടക്കുന്നു. നാം പാപികളായ നീതി കെട്ടവരും ക്രിസ്തു പാപമില്ലാത്ത നീതിമാനുമായിരുന്നു. യഥാർത്ഥത്തിൽ ക്രൂശിൽ കിടക്കേണ്ടിയിരുന്നത് നമ്മളായിരുന്നു, മരിക്കേണ്ടിയിരുന്നത് നമ്മളായിരുന്നു. എന്നാൽ നമ്മൾ ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷ അവൻ ഏറ്റെടുത്തു. നമ്മുടെ പാപത്തിന് പകരമായി അവൻ അവൻ്റെ നീതി നമുക്ക് നൽകി. റോമർ 6:23 നമ്മളത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2. ഒരിക്കലായുള്ള യാഗം. ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു എന്ന പ്രയോഗം വളരെ പ്രധാനമാണ്. പഴയ നിയമകാലത്ത് പാപപരിഹാരത്തിനായി ആവർത്തിച്ച് ബലികൾ അർപ്പിക്കണമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ബലി പൂർണ്ണമായിരുന്നു. അതിന് ആവർത്തനമില്ല. നമ്മുടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും പാപങ്ങൾ കഴുകിക്കളയാൻ ആ ഒറ്റ യാഗം മതിയായിരുന്നു. ഇനി ഒന്നും ബാക്കിയില്ല, എല്ലാം പൂർത്തിയായി എന്ന് ക്രൂശിൽ കിടന്ന് നമ്മുടെ കർത്താവ് പ്രഖ്യാപിച്ചു. 3. ദൈവത്തോട് അടുപ്പിക്കുവാനുള്ള പാലം. എന്തിനായിരുന്നു ക്രിസ്തു ഈ വേദനകൾ സഹിച്ചത്? വചനം വ്യക്തമാക്കുന്നു. നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ഏക പാലമാണ് ക്രിസ്തുവിൻ്റെ കുരിശ്. ആ കുരിശിലൂടെയാണ് നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് വീണ്ടും ഉയർത്തപ്പെട്ടത്. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. നമ്മുടെ കർത്താവ് ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ജഡത്തിൽ കർത്താവ് മരിച്ചത്. അത്രയേ ഉള്ളൂ. എന്നാൽ ദൈവാത്മാവിനാൽ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എന്നും ജീവിക്കുന്ന ആ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. പാപികളായ നമുക്ക് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പുകാലം നമ്മുടെ പാവങ്ങൾക്കായി മുറിവേറ്റ ആ നീതിമാനെ നോക്കാനുള്ള സമയമാണ്. ജഡത്തിൽ കൊല്ലപ്പെട്ടെങ്കിലും ആത്മാവിൽ ജീവിക്കപ്പെട്ട ക്രിസ്തു നമുക്ക് പുതിയൊരു പ്രത്യാശ നൽകുന്നു. നമ്മുടെ പാപങ്ങളെ ഓർത്ത് സഹതപിക്കുവാനും അവനിലൂടെ ലഭിച്ച ആ ദൈവിക ബന്ധത്തെ പുതുക്കുവാനും നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. ക്രിസ്തു സഹിച്ച കഷ്ടതകൾ പാഴായി പോകാത്ത വിധം അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.